ഇതൊരു ബലേനോയുടെ എൻജിൻ സൈഡാണ്. ഇതിനകത്ത് ഫുള്ള് എലി കയറിയിട്ട് വയറ് കട്ടിങ്ങും അതുപോലെ വേസ്റ്റും കാര്യങ്ങളൊക്കെ വന്നിട്ട് ഇതിനകത്ത് എ സിക്കകത്തൊക്കെ ഭയങ്കര സ്മെല്ലും ഭയങ്കര ബുദ്ധിമുട്ടൊക്കെയാണ്. അങ്ങനെ ആ സ്മെല്ലും കാര്യങ്ങളൊക്കെ മാറ്റി ഇനി എലി കയറാതിരിക്കാനുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ കൂടി ചെയ്യണമുണ്ട്. അതിനാദ്യം തന്നെ നമ്മൾ വണ്ടി ഒന്ന് വാട്ടർ സർവീസ് ചെയ്യണം, മൊത്തം ഒന്ന് ക്ലീൻ ചെയ്യണം. ഇൻറ്റീരിയലും എൻജിൻ സൈഡും എല്ലാം ഒന്ന് നല്ല രീതിയിൽ തന്നെ ക്ലീൻ ചെയ്ത് നല്ല വൃത്തിയാക്കി എടുക്കണം. സ്മെല്ലും കാര്യങ്ങളൊക്കെ അതിനകത്ത് അത്യാവശ്യം മാറ്റണം. ഈ സ്മെല്ലുണ്ടെങ്കിൽ പിന്നെ എലി വരും. അതുകൊണ്ട് നമ്മൾ ഈ എൻജിൻ സൈഡിൽ ഫുള്ള് നമ്മൾ പുകല വെച്ചെടുക്കാൻ പോവുകയാണ്. നമ്മുടെ നാടൻ പുകല, നമ്മൾ മുറുക്കാനൊക്കെ യൂസ് ചെയ്യുന്ന പുകലയാണ് വെക്കണത്. അത് മുറിച്ച് ചെറിയ ചെറിയ പീസായിട്ട് നമ്മൾ എല്ലാ മൂലയ്ക്കും വെച്ച് കൊടുക്കണം. അത് കഴിഞ്ഞ് പിന്നെ ഒരിക്കലും എലി വരത്തില്ലെന്നാണ് പറയണത്. ഇതാണ് ആ കാണുന്ന പുകല. ഇത് നാടൻ പുകലയാണ്. അത്യാവശ്യം 10-70 രൂപയോളം വിലയൊക്കെ വരുള്ളൂ. 1 കിലോളം ഞങ്ങൾ വാങ്ങിച്ച് ഇത് ഞങ്ങൾ എഞ്ചിൻ്റെ എല്ലാ സൈഡിലും വെച്ച്. ഇതിൻ്റെ സ്മെല്ല് കാരണം പിന്നെ എലി ഇങ്ങോട്ട് വരത്തില്ലെന്നാണ് പറയണം. അങ്ങനെ ഞങ്ങൾ ഇതിൻ്റെ എഞ്ചിൻ സൈഡ് ഫുള്ള് വെച്ചിട്ടുണ്ട്. എല്ലാവരും പറയുന്നുണ്ട് പുകല വെച്ചാൽ വരത്തില്ല എന്നാണ്. അപ്പോൾ ഞങ്ങളിത് വെച്ചിട്ട് എങ്ങനെയുണ്ടെന്ന് നോക്കാൻ വേണ്ടി പോവുകയാണ്. ഒരു വട്ടമൊന്നുമല്ല, ഒരുപാട് വട്ടം കയറിയായിരുന്നു. ഞങ്ങൾ മറ്റേ സ്പ്രേയും കാര്യങ്ങളൊക്കെ അടിക്കാമെന്ന് വിചാരിച്ചു. പക്ഷേ ഇതൊക്കെ അടിച്ചാൽ മെക്കാനിക്കൽ സൈഡ് വരുമ്പോൾ എന്തെങ്കിലും ബുദ്ധിമുട്ടൊക്കെ ഉണ്ടാവുക ഓർത്തിട്ടാണ് അടിക്കാൻ ഒരു മടി. തൽക്കാലം പുകല വെച്ച് നോക്കാമെന്ന് വിചാരിച്ച്. ഈ മെയിൻ്റെനൻസ് ഒക്കെ ചെയ്യുമ്പോൾ നമ്മുടെ കയ്യിൽ വിഷാംശമൊക്കെ പറ്റുമെന്ന് പേടിച്ചാണ് അത് അടിക്കാനായിട്ട് മടി. അതുകൊണ്ട് പുകല ഒന്ന് വെച്ച് നോക്കാമെന്ന് വിചാരിച്ചിരിക്കുകയാണ്. ഇനി കുറച്ച് ദിവസം കഴിഞ്ഞ് നോക്കാം എലി വരുന്നുണ്ടോ ഇല്ലെന്ന് നോക്കാം. വയറിങ് കിറ്റൊന്നും അധികം കണ്ടിച്ചിട്ടൊന്നുമില്ല. പക്ഷേ മൊത്തം എലി കയറിയിട്ട് ഭയങ്കര എ സിക്കകത്തൊക്കെ ഭയങ്കര സ്മെല്ലും കാര്യങ്ങളൊക്കെയാണ്. ഞങ്ങൾ സർവീസ് ചെയ്തിട്ട് തന്നെ അത്യാവശ്യം റേറ്റൊക്കെ ഈ കാര്യം എന്ന് പറഞ്ഞാൽ എ സിക്കകത്ത് മൊത്തം കയറി അത് ഇതിൻ്റെ വേസ്റ്റിന് മണമൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ അതുപോലെ എ സിയുടെ ഫിൽറ്ററൊക്കെ മാറി അത്യാവശ്യം മൊത്തം ഒന്ന് ക്ലീൻ ചെയ്യിപ്പിച്ച് കൊണ്ടുവന്നതാണ്. അത് കഴിഞ്ഞപ്പോഴാണ് വീണ്ടും കയറിയത്. ആർക്കെങ്കിലും ഈ ബുദ്ധിമുട്ടുണ്ടായിട്ടുണ്ടെങ്കിൽ ഒന്ന് ചെയ്ത് നോക്കേണ്ടതാണ്. അത്യാവശ്യം നല്ല റിസൾട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടായി. അധികം എലിയൊന്നും കയറിയില്ല പിന്നീട്.